എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ദിവസം മുന്നേ കണ്ട ഹോസ്പിറ്റൽ വ്ളോഗെല്ലാം കുറേ ദിവസം മുന്നേ എടുത്തതാണ്, ഇപ്പൊ ഇടുന്നതാണ്. ഇന്നത്തേക്ക് വാവക്ക് 19 ദിവസമായിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് എന്തെല്ലോ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് ഉണ്ടായിരുന്നു, അതിന് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് ഏകദേശം ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റിച്ചിന്റെ വേനയൊക്കെ ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട്. എല്ലാവരും വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഒന്നിനും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നില്ല കേട്ടോ. അറിയാലോ, ഇപ്പൊ വാവേന്റെ കാര്യങ്ങളുമായിട്ട് തിരക്കാണ്, പിന്നെ ഫോൺ അധികം നോക്കുന്നില്ല, അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ പറ്റാത്തത്. അപ്പൊ ഇപ്പം ഓക്കെയാണ്, വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എന്റെ കുളിയും കഴിഞ്ഞ് വാവേനെ കുളിപ്പിക്കണം. അതാണ് അടുത്ത പരിപാടി ഉള്ളത്. ഷീജേച്ചി വരുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുളിപ്പിക്കാനുള്ള ഷീജേച്ചി ഉണ്ട്. 3-4 ദിവസം ഷീജേച്ചി ഉണ്ടായിട്ടില്ല, വേറെ ആവശ്യത്തിന് പോയിന്. അപ്പം അതിന്റെ കുറച്ച് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പണിയായി വീട്ടിലുള്ള ഷീജേച്ചി ഇല്ലാത്തപ്പം. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് സമയം കിട്ടിയത്. ഇനിയിപ്പോ വാവേനെ കുളിപ്പിക്കട്ടെ. ഇതാ നമ്മള് കുളിക്കാൻ പോന്നേ. ഓ ഓ ഇല്ല 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 നെച്ചിനെ ഇങ്ങനെ കുളിപ്പിക്കണ വെച്ചോ. വാവ കുളിച്ചിട്ട് വരുമ്പോഴേക്ക് ഞാൻ ഇതാ ഉടുപ്പും ഇടണ്ടേ. പാമ്പേഴ്സ് ക്ലോത്ത് ഡയപ്പർ തന്നെയല്ല, മറ്റേ ഡയപ്പറും യൂസ് ചെയ്യലുണ്ട്. ഇന്ന് വെറുതെ ഞാൻ ഇതെടുത്ത് വെച്ച് നോക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കും കേട്ടോ. ഒരു തോർത്തും എല്ലാം സെറ്റാക്കി വെക്കും. വന്ന ഉടനെ ഡ്രസ്സെല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. കുളിക്കുമ്പോൾ കുറച്ച് കരച്ചിലെല്ലാം ഉണ്ടാക്ക്. ഇന്ന് ചേച്ചിപ്പൻ്റെ ലീവാണേ, അതുകൊണ്ട് ചേച്ചിപ്പൻ ഉണ്ട് ഇന്ന്. വാവേനെ കുളിക്കുമ്പോ ചേച്ചീനെ എത്തി നോക്കുവോന്ന് നോക്കിയിട്ട് നോക്ക് ചേച്ചീനെ തള്ളിപ്പെണ്ട്. ഓ ഓ ചേച്ചി അങ്ങ് മേലെ പോയി ഇരുന്നിട്ട് താഴെ വാ ചേച്ചി, താഴെ വാ ചേച്ചി. കുഞ്ഞു കാലെല്ലാം നമുക്ക് തുടക്കുണ്ട്, വിരലെല്ലാം നമുക്ക് തുടക്കുണ്ട്. ആ പാമ്പേഴ്സ് ഇടണം, ചക്കരക്ക് പാമ്പേഴ്സ് ഇടണം, കുപ്പാച്ചിടണം. ഒരു വാവി, ഒരു ചേച്ചി, ഒരു വാവി. ചേച്ചീനെ എന്നെ നോക്കുന്നുണ്ടേ. അമ്മ കുടിക്കണം, അമ്മ കുടിക്കണം. കഴിഞ്ഞ കുപ്പാച്ചിടാ മോളെ, അങ്ങനെ നോക്കണം. കേറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പൊത്തി വെക്കും. എന്നിട്ട് ഒട്ടിച്ചു ഒന്ന് ഒട്ടിക്കാതെ മെല്ലെ മെല്ലെ ധൃതിയാക്കല്ല. ഇങ്ങോട്ട് അത് അങ്ങോട്ടേക്ക് ഇത് അങ്ങോട്ടിച്ചു. ഇങ്ങോട്ട് ലൂസാണല്ലോ വാവക്ക്. ജീവൻ അപ്പൊ നമ്മളിതാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കുപ്പായെല്ലാം ഇട്ട് സുന്ദരി മണിയായേ. നിച്ചു ചേച്ചി ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇതാ വാവേന്റെ കൂടെ തന്നെ. നിച്ചു ചേച്ചിക്ക് ഒരു 10 വീതം 3 നേരം ഉമ്മ വെച്ചോണ്ടിരിക്കണം വാവേന, അല്ലേ? ചിരിക്കു നോക്കറാ. കൊറേ ഇടക്കിടക്കേ വന്നിട്ട് ഞാൻ വാവന് ഉമ്മ വെച്ചോട്ടെ, ഇടക്കിടക്കേ ഉമ്മ വെച്ചോണ്ടിരിക്കണം. ഇനി നമ്മൾ വാവക്ക് പാപ്പെല്ലാം കൊടുത്ത് വാവ പാപ്പെല്ലാം കുച്ച് നമ്മൾ കുറച്ചു നേരം ഉറങ്ങും. അന്നേരം ഞാനും കുറച്ചു നേരം ഉറങ്ങും. രാത്രി കുറച്ച് കുഴപ്പമാണ്, ഇടക്കിടക്ക് എണീച്ച് ചില ദിവസം ഭയങ്കര കരച്ചിലാണ്. അപ്പൊ തീരെ ഉറങ്ങാൻ പറ്റൂല. അമ്മയും ഏട്ടനെല്ലാം എടുത്ത് നടക്കും, എന്നാലും ചില ദിവസം കുഴപ്പമായിരിക്കും. ഇന്നലെ കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിന്. ഔ ഓ തമ്പാനെ. നമ്മളെ നാട്ടിലെല്ലാം കുഞ്ഞു മക്കള് അച്ചി ഇടുമ്പോ തമ്പാനെ പറയും. അതെന്തിനാന്ന് അറിയില്ലേ. അമ്മമ്മേലും പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളെ നാട്ടിൽ എന്തെങ്കിലും പറയലുണ്ടോ എന്ന് പറയണേ. അമ്മ ഇവിടെ 100 ഐസ് എന്നാ പറയല അച്ചി ഇടുന്ന സമയത്ത്. നിങ്ങളെ നാട്ടിൽ എന്താന്ന് പറയണേ. ഓ ഇവിടെ ഏച്ചി അനിയത്തിയും കൂടെ സ്നേഹപ്രകടനം. ഇപ്പൊ വാവ കുറച്ച് നോക്കി ഇങ്ങനെ കളിക്കാനെല്ലാം തുടങ്ങി. അതുകൊണ്ട് നിച്ചോട്ടിക്ക് ഇപ്പൊ ആവേശമാണ്. നമ്മൾ അത് അടുത്ത് പോണ്ട, മുട്ടിപ്പോവും. വാവക്ക് പേരിട്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ടേ കമന്റ് ആയിട്ട്. ഇല്ല, നമ്മൾ 28-നാണല്ലോ പേരിടുക. അപ്പം നമ്മള് മുന്നേ ഇങ്ങനെ 1-2 പേരെല്ലാം മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെച്ചിനെ. വാവ ജനിക്കുന്നതിന് മുന്നേ പെമ്പിളറുടെ പേര് മാത്രമേ മനസ്സിൽ ഓർത്തിട്ടു, അത് വേറെ കാര്യം. ഇങ്ങനെ 1-2 സ്ഥലത്ത് കണ്ടപ്പോൾ അങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിനെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും പേര് സജഷൻ ഉണ്ടെങ്കിൽ നോക്കാം. അതിനേക്കാളും നല്ല ബെറ്റർ പേര് കിട്ടിയാൽ നമുക്ക് നോക്കാമല്ലോ. അപ്പൊ എന്തെങ്കിലും നല്ല സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അങ്ങനെ അക്ഷരം നോക്കുന്നൊന്നുമില്ല, അങ്ങനെ നോക്കുന്നില്ല. എന്നിൽ തുടങ്ങിയാൽ നല്ലത്, അത്രയേ ഉള്ളൂ. നിഹാരേന്റെ പോലെ എന്നിൽ തുടങ്ങിയാൽ നല്ലത്, അത്രയേ ഉള്ളൂ.
അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ടുണ്ടേ. ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. ഇതിലെല്ലാം കിടക്കാൻ ഭയങ്കര മടിയാന്ന് കേട്ടോ ആൾക്ക്. ഇപ്പം എണീക്കും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. ഒരാളെ ഉറക്കിയിട്ട് കിടത്തിയാന്നേ. നെറ്റ് ബെഡിൽ നിന്ന് മാറി കയ്യിലെടുത്തിട്ട് ഉറക്കിയിട്ട് വീണ്ടും കിടത്തിയേ. എന്നിട്ട് ഇതാ കരയുന്നുണ്ടോ ബെഡിൽ കിടത്തുമ്പോൾ? കുഞ്ഞി തട്ടിപ്പേ. ഞാൻ എത്ര ദിവസമായി എന്നറിയാം ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. എങ്ങനെയും രാവിലെ ഒരു സ്റ്റാർട്ടിങ് ട്രിബിളാണ് കേട്ടോ. സമയം കിട്ടുകയേ ഇല്ല. പിന്നെ നിച്ചൂട്ടിയും കൂടി ഉള്ളതുകൊണ്ട് നിച്ചൂട്ടിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണമല്ലോ. അംഗനവാടി പറഞ്ഞേക്കുന്നവർ അതിൻ്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് പറ്റുന്നേ ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബേബി ഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ തന്നെയാണ് വന്നിട്ടുണ്ടായ ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ദിവസം ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചു. അതും നടന്നിട്ടില്ല. ഫോട്ടോസ് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസുകൾ ഞാനിങ്ങനെ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഫോട്ടോസും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വാവേൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇതാ ഷിഞ്ചി വന്നിട്ടുണ്ടേ. എൻ്റെ പേജിൻ്റെ പേര് പറയടാ. എൻ്റെ പേരെൻ്റെ ഇപ്പോൾ ഉള്ളത് ഷിഞ്ചിൻ്റെ അക്കൗണ്ടിൽ തന്നെ അല്ലേ. അപ്പോൾ ബേബി ഷൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നാ ന്യൂ ബോൺ ഷൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാവേൻ്റെ ഫോട്ടോ എടുക്കാനാണ് ഇന്ന് വന്നത്. ഷിഞ്ചിനെ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഹരീനെ മുന്നേ വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഹരീൻ്റെ അനിയത്തിയാണ് കേട്ടോ ഷിഞ്ചി. അപ്പോൾ ഞാൻ ഇങ്ങനെ തരുവാണ് കേട്ടോ. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അപ്പോൾ വാവ കുളിയും കഴിഞ്ഞിട്ട് നല്ല ഉറക്കമാണേ. അവിടെ എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതാ. ഇനി എടുക്കുന്ന സമയത്ത് കരച്ചിലാണെന്നോ അറിയില്ല. ഇപ്പം എന്തായാലും നല്ല ഉറക്കമാണ്. നമുക്ക് പോയി നോക്കാലോ. നമ്മൾ സെറ്റ് ആക്കിയോ നോക്കാലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. ഒരു 2-3 ടൈപ്പിൽ എടുക്കണം ഫോട്ടോസ്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ വാവേൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കണമല്ലോ. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബേബി ഷൂട്ട് ആയതുകൊണ്ട് ഒന്നും നമുക്ക് ഫാസ്റ്റ് ആക്കിയിട്ടും കാര്യമില്ല. വാവേൻ്റെ മൂഡ് പോലെ മാത്രമേ ഇരിക്കുള്ളൂ. വാവക്ക് ഉറങ്ങേണ്ട സമയത്ത് ആ ഒരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാലല്ലേ വേഗം എടുക്കാൻ പറ്റുമോ. അനങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായിരിക്കുമല്ലോ. നോക്കി കളിക്കാനോ ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അത്രയുള്ള ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുറേ സമയം എടുക്കും എന്തായാലും വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഷിഞ്ചി വാവേനെ മാനേജ് ചെയ്യുന്ന ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കുന്ന എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. വാവേനെ ഇങ്ങനെ നല്ല സ്മൂത്താക്കി ഹാൻഡിൽ ചെയ്ത് അവരെ ഉറക്കി നല്ല ക്ഷമ വേണം കേട്ടോ ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊന്നും എന്തായാലും നടക്കൂല. എന്ന് വെച്ചാൽ അത്രയും ഫുള്ള് റാപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കുമ്പോൾ ആയിരിക്കും ഇവർക്ക് അറിയാം. അപ്പോൾ അത് ഒരു കംഫർട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം വീണ്ടും ഫുൾ അയച്ചു കൊടുക്കും. വീണ്ടും ആദ്യം റാപ്പ് ചെയ്യും. പിന്നെ ഫീഡ് ചെയ്യാൻ പറയും. ഫീഡ് ചെയ്തിട്ട് ആദ്യം ഉറക്കണം, ആദ്യം കിടത്തണം. അങ്ങനെ കുറേ നേരം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. അവരുടെ ക്ഷമേൻ്റെ കാര്യത്തിൽ ഹാറ്റ്സ് ഓഫ്. സമ്മതിച്ചേ പറ്റും ക്ഷമ. മുട്ടക്കുട്ടീനെ പോലെ ഇങ്ങനെ ഫുള്ള് പൊതിഞ്ഞ് വെച്ച് മുട്ട പോലെ കോഴിമുട്ട പോലെ ആക്കിയിട്ട് എടുക്കലില്ലേ, അങ്ങനെയാണ് ചെയ്തത്. അത് കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെ എടുക്കുന്ന ഫോട്ടോസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 സെറ്റ് ഇങ്ങനെ ഫ്രോക്കൊക്കെ ഇട്ടിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കണ്ടിട്ട്. നമ്മൾ വാവ ആദ്യമായിട്ട് ഫ്രോക്കെല്ലാം ഇട്ടിട്ട് കണ്ടിട്ട്. സാധാരണ നമ്മൾ 28-നൊക്കെയാണ് ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കുക. പക്ഷേ ഇപ്പം ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയെല്ലാം ചെയ്യുമല്ലോ. അതുകൊണ്ട് ആ ഫ്രോക്കെല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ എന്തോ ഒരു മാറ്റം, കുറച്ച് വലിയ കുട്ടിയായ പോലെയൊക്കെ തോന്നുക. 10-20 ദിവസം എന്നുള്ളത് മൈൻഡിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇന്ന് കറക്റ്റ് നിച്ചൂട്ടിക്ക് ലീവായതുകൊണ്ട് നിച്ചൂട്ടിക്കും ഇതെല്ലാം കാണാൻ പറ്റി. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. മോക്കും ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ അംഗനവാടി പോയ സമയത്താണെങ്കിൽ മോക്ക് ഇതെല്ലാം മിസ്സാവുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാ ഫുള്ള് പൊതിഞ്ഞ് വെച്ചിട്ട് അത് കാണുമ്പോൾ ചെറിയ സങ്കടം കൂട്ടോ. ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് പറ്റൂലല്ലോ. പ്രത്യേകിച്ച് വാവക്ക് കൈ പുറത്തിട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ പാവം കൈയെല്ലാം അടക്കി പിടിച്ചങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലോണം വാവേനൊക്കെ നല്ല വൃത്തി മാനേജ് ചെയ്യുന്നു എല്ലാം ഉണ്ടായിന് കേട്ടോ. ഔട്ട്പുട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവരെ ഫോട്ടോഷൂട്ടിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ റിപ്ലൈ എന്നോളൂ. അപ്പോൾ ഞാൻ ഫോട്ടോസ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത്. കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുക. ബാക്കി കാണണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് വിശേഷങ്ങൾ അപ്ഡേറ്റ്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തായി ഒരു വിവരവും ഇല്ലല്ലോ എന്നല്ലോ. അതുകൊണ്ട് ഒരു കുട്ടി വീഡിയോ എടുത്തതാണ്. നമുക്ക് ഇനി അതൊന്ന് സെറ്റ് ആയ ശേഷം ബാക്കി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഡെലിവറി സ്റ്റോറിയൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ്
ഇപ്പോൾ എന്താണ് പോസ്റ്റ് OPയിലുള്ള എക്സ്പീരിയൻസ്, ഓപ്പറേഷൻ എക്സ്പീരിയൻസ്, ആഫ്റ്റർ ഡെലിവറി എക്സ്പീരിയൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കുറച്ചൊന്ന് സെറ്റായ ശേഷം ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ വെച്ച് വീണ്ടും കാണാം. അതുവരെ